ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് തുടക്കം. ആനകളെ 2 നിരയാക്കി നിർത്തിയാണ് ശീവേലിക്ക് എഴുന്നള്ളിച്ചത്. ഇന്ന് വൈകിട്ട് 7:30-ക്കാണ് 8 ദിവസം നീണ്ടുനിൽക്കുന്ന വൃശ്ചികോത്സവത്തിന് കൊടിയേറുക. രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. എറണാകുളം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലടക്കം ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായിട്ടുള്ള വിഷയം വലിയ രീതിയിൽ ചർച്ചയായ ഒരു സാഹചര്യമുണ്ട്. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് 15 ആന പുറത്ത് എഴുന്നള്ളിപ്പാണ്. അത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ആന എഴുന്നള്ളിപ്പിലെ മാർഗനിർദ്ദേശങ്ങളിൽ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ഒരു ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഭാരവാഹികൾ കോടതിയെ സമീപിച്ചത്. അക്കാര്യത്തിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല, ഒപ്പം തന്നെ കൃത്യമായിട്ട് ഈ അകലം പാലിച്ചുകൊണ്ട് നടത്താമെന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. ഇന്ന് ഇവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി ഈ അകലം പാലിച്ചുകൊണ്ട് 3 മീറ്റർ അകലം 2 ആനകൾ തമ്മിൽ വേണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ആന എഴുന്നള്ളിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ദേവസ്വം ഓഫീസർ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു ക്രമീകരണങ്ങളൊക്കെ? കോടതി നിർദ്ദേശം മാനിച്ചുകൊണ്ട് കോടതി പറയുന്ന അതേ മാനദണ്ഡപ്രകാരം തന്നെയാണ് ഉത്സവം നടത്തിയത്. മുൻവർഷങ്ങളിലും ഈ ആനകൾ തമ്മിലുള്ള അകലവും മാത്രമായിരുന്നു നമ്മൾ മുൻവർഷങ്ങളിലും നമുക്ക് ഈ രീതിയിൽ നടത്താൻ പറ്റാതിരുന്നത്. ബാക്കി കോടതി പറയുന്ന എല്ലാ കാര്യങ്ങളും മുൻവർഷങ്ങളിലെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. ആനയ്ക്ക് മതിയായ വിശ്രമം, നല്ല രീതിയിലുള്ള ഭക്ഷണം തുടങ്ങി ഈ എല്ലാ കാര്യങ്ങളും കോടതി ഇപ്പം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും, ഈ അകലം ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും മുൻവർഷങ്ങളിൽ ദേവസ്വം കൃത്യമായിട്ട് പാലിക്കാറുണ്ട്. ഇത്തവണ ഈ 3 മീറ്റർ ദൂരം എന്നുള്ളൊരു കാര്യം മാത്രത്തിലാണ് നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നത്. എന്നാലും അതും രാവിലെ തന്നെ വനം വകുപ്പ് വന്ന് അവർ കൃത്യമായി മാർക്ക് ചെയ്ത് തന്ന പോലെ തന്നെ 3 മീറ്റർ അകലത്തിൽ തന്നെ എഴുന്നള്ളിക്കാൻ സാധിച്ചു. വേറെ മറ്റു തരത്തിലുള്ളൊരു ചെറിയ ഈ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. 15 ആനയെ ആനക്കൊട്ടിൽ എഴുന്നള്ളിച്ചിരുന്ന് വിട്ടിട്ട് ഒന്ന് ഇറക്കി നിർത്തേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളത്. ആനക്കൊട്ടിലാണ് സാധാരണ എഴുന്നള്ളിക്കാറുള്ളത്. കാലങ്ങളായിട്ട് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എഴുന്നള്ളിപ്പാണ്. നമ്മുടെ ഒരു ചരിത്ര പുരാതന രേഖകളിൽ മുഴുവൻ 15 ആന എന്ന് പറയുന്നുണ്ട്. അതേ 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് എന്ന ആനക്കൊട്ടിൽ തന്നെയാണ് ഇവിടുത്തെ ആചാരപ്രകാരം നടക്കാറുള്ളത്. പക്ഷേ ഈ സ്ഥലപരിമിതി എന്നുള്ളത് വെച്ചിട്ടും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ മാർഗനിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്ത് എഴുന്നള്ളിച്ചത്. 2 വരിയായിട്ട് കാരണം 3 മീറ്റർ അകലം 2 ആനകൾ തമ്മിൽ വേണമെന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പാലിക്കാൻ വേണ്ടിയിട്ട് 2 വരിയായിട്ടാണ് ആനകളുടെ എഴുന്നള്ളിപ്പ് നടന്നത്.